കൊവൻട്രി മോട്ടോർ ഫെസ്റ്റിൻ്റെ ബാക്കി കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊവൻട്രി ട്രാൻസ്പോർട്ട് മ്യൂസിയത്തിൻ്റെ ചരിത്രവും വിസ്മയങ്ങളുമാണ് ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൊവൻട്രിയിലെ ഹെർബർട്ട് ആർട്ട് ഗാലറിയിലും മ്യൂസിയത്തിലും ഉള്ള സ്ഥലത്തേക്കാൾ റോഡ് ഗതാഗത ശേഖരം വളരുകയാണ് എന്ന് വ്യക്തമായതിനു ശേഷം 1980 കൊവൻട്രി മോട്ടോർ മ്യൂസിയം തുറക്കുന്നത്. മ്യൂസിയത്തിൻ്റെ നിലവിലെ വാഹന ശേഖരം ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നായും പൊതു ഉടമസ്ഥതയിൽ ഏറ്റവും വലുതായും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ പ്രദർശനങ്ങൾ 1937 മിസ്റ്റർ H.W. സാമി ബാർട്ട്ലെറ്റ് സിറ്റി ഓഫ് കവൻട്രിക്ക് സൈക്കിളുകളുടെ സ്വന്തം ശേഖരം സമ്മാനിച്ചുകൊണ്ടായിരുന്നു. ആയിരത്തി 1952 ആദ്യത്തെ മോട്ടോർ കാറുകൾ ശേഖരത്തിലേക്ക് ചേർത്തു. അതിനുശേഷം കൊവൻട്രി ട്രാൻസ്പോർട്ട് മ്യൂസിയത്തിലെ ശേഖരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. 1960 ഹെർബർട്ട് ആർട്ട് ഗാലറിയും മ്യൂസിയവും ഔദ്യോഗികമായി തുറന്നതോടെയാണ് ആദ്യത്തെ പ്രധാന പൊതുപ്രദർശനങ്ങൾ ആരംഭിച്ചത്. ഗതാഗത ശേഖരം വർദ്ധിച്ചതോടെ വാഹനങ്ങൾ നിരവധി പ്രാദേശിക സൈറ്റുകളിൽ സ്ഥാപിച്ചു. ഒടുവിൽ 1980 നിലവിലെ സ്ഥലത്ത് സ്ഥിരതാമസമാക്കി. മ്യൂസിയത്തിൻ്റെ ശേഖരത്തിൽ മോട്ടോർ കാറുകൾ, വാണിജ്യ വാഹനങ്ങൾ, സൈക്കിളുകൾ, മോട്ടോർ സൈക്കിളുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇവ കൂടാതെ വാഹനങ്ങളുടെ വിപുലമായ ശേഖരം, പുസ്തകങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ, മറ്റ് ആർക്കൈവ് മെറ്റീരിയലുകൾ എന്നിവ ഹെർബർട്ട് ആർട്ട് ഗാലറി ആൻഡ് മ്യൂസിയത്തിലെ കൊവൻട്രി ആർക്കൈവ്സിൽ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ശേഖരത്തിൻ്റെ ഭൂരിഭാഗവും വ്യക്തിഗത ദാതാക്കളുടെ മികച്ച ഔദാര്യത്തിലൂടെയാണ് നിലനിൽക്കുന്നത്. ട്രാൻസ്പോർട്ട് മ്യൂസിയത്തിലെ എക്സിബിഷനുകൾ ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ, ഇൻട്രാക്റ്റീവുകളുടെ ഒരു മിശ്രിതമാണ്. വീഡിയോകൾക്കും ഇൻട്രാക്റ്റീവിനും പ്രത്യേകമായ സ്പീക്കറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കമന്ററിയുള്ള പ്രധാന വീഡിയോകൾക്ക് സബ്ടൈറ്റിലുകളും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഡേയ്സ് ആൻഡ് ഹോളിഡേയ്സ് എക്സിബിഷൻ ഒരു സമൃദ്ധ മൾട്ടി സെൻസറി സ്പേസായാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. സുഗന്ധങ്ങളും ശബ്ദങ്ങളും സ്പർശിക്കാവുന്ന ഇനങ്ങളും ഉപയോഗിക്കാൻ ഇവിടെ ലഭ്യമാണ്. കൊവൻട്രി ട്രാൻസ്പോർട്ട് മ്യൂസിയം ബ്രിട്ടീഷ് റോഡ് ട്രാൻസ്പോർട്ട് ഇനങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശേഖരങ്ങളിലൊന്നാണ്. ശേഖരത്തിന് നിയുക്ത പദവിയുണ്ട്. അന്തർദേശീയമായി പ്രാധാന്യവുമുണ്ട്. ഗതാഗത ശേഖരത്തിൽ ഏകദേശം 250 കാറുകളും വാണിജ്യ വാഹനങ്ങളും ബസ്സുകളും ഉൾപ്പെടുന്നു. 100 മോട്ടോർ സൈക്കിളുകൾ, 350-ലധികം സൈക്കിളുകൾ, ആർക്കേവുകൾ എന്നിവയുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. ബ്രിട്ടീഷ് ഗതാഗത പൈതൃകത്തിൽ കൊവൻട്രിയുടെ പങ്കിനെ കേന്ദ്രീകരിച്ച് അതിൻ്റെ വ്യാപ്തിയും ആഴവും ഈ അതുല്യമായ ശേഖരത്തിലൂടെ ലോകമെമ്പാടും അറിയപ്പെടുന്നു. മ്യൂസിയത്തിലെ ശേഖരത്തെ 2 മേഖലകളായി നമുക്ക് തരംതിരിക്കാം.
റോഡ് ഗതാഗത ശേഖരങ്ങൾ. ഇതിൽ മോട്ടോർ കാറുകൾ, വാണിജ്യ വാഹനങ്ങൾ, സൈക്കിളുകൾ, മോട്ടോർ സൈക്കിളുകൾ, അടയാളങ്ങൾ, എഞ്ചിനുകൾ, ഡിസ്പ്ലേ മെറ്റീരിയൽസ്, ആക്സസറീസ്, മറ്റ് അനുബന്ധ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. അടുത്ത ഒരു വിഭാഗം ആർക്കൈവ് ശേഖരങ്ങളാണ്. ഇതിൽ പുസ്തകങ്ങൾ, മാനുവലുകൾ, മാഗസിനുകൾ, ഫോട്ടോഗ്രാഫുകൾ, ഡോക്യുമെൻ്ററികൾ, സിനിമകൾ, വീഡിയോകൾ, പബ്ലിക് റിലേഷൻസ് ലഘുലേഖകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു. ബ്രിട്ടീഷ് മോട്ടോർ വ്യവസായത്തിൻ്റെ സ്ഥാപക ഭവനമായി കൊവൻട്രി മാറുമെന്ന് മറ്റാരേക്കാളും ഉറപ്പു നൽകിയ ആ മനുഷ്യൻ മിസ്റ്റർ ഹാരി ലോസൺ ഇപ്പോൾ ഏറെക്കുറെ വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു. സൈക്കിൾ ഡിസൈനറായിരുന്ന അദ്ദേഹം ഒരു കണ്ടുപിടുത്ത പ്രതിഭയായിരുന്നു, ഒരു യഥാർത്ഥ ദർശകൻ. എന്നാൽ ഒരു വഞ്ചകൻ കൂടിയായിരുന്നു അദ്ദേഹം. തൻ്റെ കമ്പനികളിൽ നിക്ഷേപിച്ച പണം അപഹരിക്കുന്ന ശീലം അദ്ദേഹത്തെ ഒരു ജയിൽ ശിക്ഷയിൽ വരെ കൊണ്ടെത്തിച്ചു. ലോസണും അദ്ദേഹത്തിൻ്റെ പങ്കാളി മിസ്റ്റർ ഫ്രെഡറിക് സിംസുമാണ് 1896 ബ്രിട്ടനിൽ ഡൈംലർ കാറുകൾ നിർമ്മിക്കുവാനുള്ള അവകാശം നേടിയെടുത്തത്. റാഡ്ഫോർഡിലെ കത്തി നശിച്ച ഒരു കോട്ടൺ മില്ല് അവരുടെ ആദ്യത്തെ ഫാക്ടറിയാക്കി മാറ്റി. ഈ വ്യവസായം ആരംഭിച്ച് ഏതാണ്ട് ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത രീതിയെയും അത് മാറ്റിമറിച്ചു. 1914 ആയപ്പോഴേക്കും ലോസണും അദ്ദേഹത്തെ അനുകരിക്കുന്നവരും ചേർന്ന് നിരവധി കാറുകൾ നിർമ്മിച്ചു. എന്നാൽ നഗരത്തിലെ മധ്യകാല തെരുവിലുള്ള പാറ്റേൺ ഗ്രിഡ്ലോക്ക് ഇതിനൊരു ഭീഷണിയായി നിലകൊണ്ടു. 20 വർഷത്തിനുള്ളിൽ ഡസൻ കണക്കിന് നിർമ്മാതാക്കൾ വന്നുപോയി. എന്നാൽ ബ്രിട്ടനിലെ പ്രമുഖ കാർ നിർമ്മാതാക്കളായ ഫോർഡും ഫോക്സ്വാഗണും മാത്രം നഗരത്തിൽ അന്നുവരെ എത്തിയിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം.